ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നൂതന രീതിയിലുള്ള മോഡുലാർ കിച്ചൻ്റെ ഡിസൈൻസാണ് നമ്മൾ ഈ കാണുന്നത്. ഐക്കയിലെ ഹോം ഫർണിഷിംഗ് വിശേഷങ്ങൾ ചാനലിൽ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണൂ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഗ്ലാസ്സിലുള്ള ജാറുകളുടെ കളക്ഷൻസാണ് ഈ കാണുന്നത്. കിച്ചണിൻ്റെ ലേഔട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണിത്. വെറൈറ്റി കളർ കോമ്പിനേഷൻസിലാണ് ഇവരുടെ ഓരോ കിച്ചൺസും സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന കബോർഡ്സിൻ്റെ സെറ്റിങ്സ് ആണത്. ബ്ലാക്ക്, ഗോൾഡ്, സിൽവർ കളറിൽ വരുന്ന ടാപ്സിൻ്റെ കളക്ഷൻസാണ് കാണുന്നത്. കുക്കിംഗ് റേഞ്ച്, സ്റ്റൗ, ഇൻഡക്ഷൻ്റെ കളക്ഷൻസാണ് ഈ കാണുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വെയിറ്റുള്ളൊരു പോട്ടാണ് കേട്ടോ അത്. OTG ഓവൻ്റെ കളക്ഷൻസാണത്. നൈഫ്, സ്പൂൺ ഒക്കെ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡ് അതിൻ്റെ സെറ്റിങ്സ് ആണത്. അത് വെറൈറ്റി കളേഴ്സിലുണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പുതിയ വീഡിയോ വെക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഓഫീസ് സെറ്റിങ്സിൻ്റെ ലേഔട്ടാണിത്. ഓഫീസ് റിലേറ്റഡ് ചെയേഴ്സിൻ്റെയും ഗെയിമിംഗ് ചെയേഴ്സിൻ്റെയും ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ബെഡ്റൂമിൻ്റെ അതേ കളർ തീമിൽ വരുന്ന ബാത്റൂം ഡിസൈൻ ചെയ്തേക്കുന്നതാണത്. എന്ത് ഭംഗിയായിട്ടാണല്ലേ ഈ ബെഡ്റൂംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബെഡ്റൂം സെറ്റിൻ്റെ കളക്ഷൻസാണ് ഇവിടെ. വെറൈറ്റി ഡിസൈൻസിലും കളേഴ്സിലുമുള്ള ബെഡ്ഷീറ്റ്സിൻ്റെ വിപുലമായ ശേഖരം ഇവിടെ നമുക്ക് കാണാം. മാട്രസ് ടോപ്പേഴ്സിൻ്റെ കളക്ഷൻസാണ് ഇവിടെ. വൈറ്റ് വുഡ്, ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഡ്രോയേഴ്സുള്ള സൈഡ് ടേബിളിൻ്റെ കളക്ഷൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു റോയൽ ലുക്ക് ഫീൽ വരുന്ന ബെഡ്റൂം സെറ്റാണിത്. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്.
വാർഡ്രോബിൻ്റെ കളക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു വാർഡ്രോബ്. കിഡ്സ് റൂം സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. സോഫ്റ്റ് ടോയ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ കാണാം. ആനിമൽസിൻ്റെ സോഫ്റ്റ് ടോയ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലാണ് ഓരോ സോഫ്റ്റ് ടോയ്സും ഓരോ അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതെല്ലാം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കിഡ്സിൻ്റെ ബെഡ്റൂം സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വെറൈറ്റി കളേഴ്സിലും വെറൈറ്റി ഡിസൈൻസിലും ഒരുപാട് ബഡ്സുകൾ നമുക്കിവിടെ ആയിട്ട് കാണാൻ പറ്റും. ബേബീസിന് ആവശ്യമായിട്ടുള്ള കേർഡിൽസിൻ്റെയും ബെഡ്സിൻ്റെയും കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റി ടൈപ്സ് ഓഫ് കേർഡിൽസ് ഇവിടെയുണ്ട്. സാൾട്ട് പെപ്പർ പൗഡറൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ബോട്ടിൽസ് ആണിത്. ഡ്രിൽ ചെയ്യാതെ ബാത്റൂമിൽ സോപ്പ് ഷവർ ജെല്ലൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണിത്. വെറൈറ്റി കളേഴ്സിലുള്ള ബ്രഷിൻ്റെ കളക്ഷൻസ് ആണിത്. ഫ്രിഡ്ജിൽ വെക്കുന്ന ലിഡോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സസിൻ്റെ കളക്ഷൻസ് ആണിത്. ഇത് ഐക്യയിലെ ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ്. ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെടുത്താലും 2 റിയാലി താഴെ വരുള്ളൂ. എവറിത്തിങ് അണ്ടർ 2 റിയാൽ എന്ന് അവിടെ എല്ലാ സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്ന ഒരു പ്ലേറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. അത് 1 പീസിന് 300 പൈസയാണ് വരുന്നത്. ഡ്രസ്സുകൾ സെക്ഷനായിട്ട് തിരിച്ചു വെക്കാൻ പറ്റിയ ഡ്രസ്സിൻ്റെ ബോക്സസുകളാണിത്. അത് 1 പീസിന് 1.500 പൈസയാണ് വരുന്നത്. അത് വെറൈറ്റി കളേഴ്സിലും ഉണ്ട്. ഫുഡ് കണ്ടെയ്നർ ബോക്സസ് ആണത്. സ്മോൾ ക്യാൻഡിലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത്.
ഫ്ലവേഴ്സ്, ഫ്ലവർ വേസസ്, അതേപോലെ വൈറ്റ് കളറിൽ വരുന്ന ക്ലോക്സ്, ഇതെല്ലാം 2 റിയാലിൽ താഴെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം. വൈറ്റ് കളറിൽ വരുന്ന ലോണ്ടറി ബാഗിൻ്റെ കളക്ഷൻസ് ആണത്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ട് വെക്കില്ല, അതാണ് കേട്ടോ. ഇത് ഫൈബറിൻ്റെ സ്റ്റൂളാണ്. പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന പ്ലാന്റ് പോട്ടുകൾ കാണാം. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉള്ള ഐറ്റംസ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഫ്ലാസ്കിൻ്റെയും മഗ്ഗിൻ്റെയും കളക്ഷൻസ് ആണ് ഇവിടെ. ഓയിൽ ഒഴിച്ച് വെക്കുന്ന ഗ്ലാസ് ബോട്ടിൽസ് ആണിത്. ബ്ലാക്ക് കളറിലുള്ള സോപ്പ് ഡിസ്പെൻസറാണ്. നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഒഴിച്ച് വെക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ബ്രഷിൻ്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് വെറൈറ്റി കളേഴ്സിലൊക്കെ ഇവിടെ ബ്രഷസ് ഉണ്ട്. നമുക്ക് വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ലപോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യും. പ്ലേറ്റ് ഹോൾഡേഴ്സ് ആണിത്. സ്റ്റീലിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ വെറൈറ്റി ടൈപ്സിൽ വരുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുള്ളൊരു വലിയ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഫ്രൈ പാൻസ് ഉണ്ട്, സോസ് പാൻസ് ഉണ്ട്, ഗ്രിൽ പാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്. അത്യാവശ്യം വെയിറ്റും നല്ല ക്വാളിറ്റിയുള്ള കോട്ടിങ്ങും ആണ്. ഇത് ഗ്രിൽ പാൻസ് ആണ് കേട്ടോ. പ്രീമിയം സെറാമിക് കുക്ക്വെയർ സെറ്റാണിത്. ഈ സെക്ഷനിൽ അരിപ്പകളാണ്. നെറ്റ് ടൈപ്പ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ടൈപ്സിലുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഫ്രൈ പാൻസിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കാണാം. വുഡിൻ്റെ ചട്ടകമാണ് കേട്ടോ അത്. കുക്ക്വെയർ സെറ്റിൻ്റെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ഐക്കിയിലുള്ളത്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. സ്മോൾ സൈസ് തുടങ്ങി ബിഗ്ഗസ്റ്റ് സൈസ് വരെയുള്ള സോസ് പാൻ്റെ കളക്ഷൻസ് കാണാം.
ഒരു ഫ്രൈ പാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. ഈ ഒരു സെക്ഷനിൽ വുഡിൻ്റെയും നോൺ സ്റ്റിക്ക് സ്പൂൺസിൻ്റെയും കളക്ഷൻസാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കുക്ക്വെയർ സെറ്റിൻ്റെ കളക്ഷൻസാണ്. ഇവിടെ വിസ്ക്, സ്പാച്ചുലാസ്, സ്മാഷേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നതായി കാണാം. ഇവിടെ നട്ട്സ് കട്ടർ, സ്കൂപ്പ് സെറ്റ്, പിസ്സ കട്ടർ, പോട്ട് പ്രസ്, അതുപോലെ തന്നെ വെയ്റ്റ് മെഷീൻസ് ഒക്കെ കാണാം. ഇത് വുഡിൻ്റെ ഹോട്ട് പ്രൊട്ടക്ടറാണ്. നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ബിരിയാണി പോട്ടിൻ്റെ കളക്ഷൻസാണിത്. ഗ്രിൽ ചെയ്യാനും കബാബ്സ് ഉണ്ടാക്കാനുമുള്ള ഗ്രില്ല്, അതിൻ്റെ കൂടെയുള്ള എക്യുപ്മെൻ്റൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പ്രഷർ കുക്കറും ഡിഫറെൻറ്റ് സൈസിലുള്ള ബിരിയാണി പോട്ട്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഗ്ലാസ് മെഷർമെൻറ്റ് കപ്സ്, വെയ്റ്റ് മെഷീൻസ് എന്നിവയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ബേക്കിംഗ് റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഈ സെക്ഷൻ മൊത്തം അതാണ്. ഇവിടെ നമുക്ക് സ്പാച്ചുലാസ് കാണാം, സിലിക്കോണിൻ്റെ അരിപ്പ കാണാം. അതേപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പലതരം പോട്ട്സുകൾ കാണാം. ബേക്കിംഗ് റിലേറ്റഡ് സ്പാച്ചുലാസ്, ബ്രഷ്, വിസ്ക്, മെഷർമെൻറ്റ് കപ്സ് എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം. മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ സ്റ്റീലിൻ്റെ നമ്മൾ കണ്ടത്. പലതരത്തിലുള്ള നൈഫിൻ്റെ സെക്ഷൻസാണിത്. സ്റ്റോറേജ് ബോക്സസിൻ്റെ കളക്ഷൻസാണിത്. ഇതിൽ നമുക്ക് പരിപ്പ്, പയർ അതുപോലെയുള്ള ധാന്യവർഗ്ഗങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൻ്റെ ചെറുതും വലുതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെമോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ. ഇതിൽ കണ്ടില്ലേ ഡിഫറെൻറ്റ് സൈസസിലുള്ള സ്റ്റോറേജ് ബോക്സസ്. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ സ്റ്റോറേജ് ബോക്സസും ഇവിടെ സെപ്പറേറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈസസിലുള്ള കട്ടിംഗ് ബോർഡിൻ്റെ കളക്ഷൻസാണത്. വാട്ടർ ബോട്ടിൽസ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണിത്.
ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് ബോക്സസിൻ്റെ കളക്ഷൻസ് ആണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്കതിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാതും ലിഡോട് കൂടിയിട്ടുള്ള ബോക്സസ് ആണ്. സോ നമുക്ക് സെപ്പറേറ്റ് ലിഡ് തേടി പോകേണ്ട കാര്യമില്ല. എല്ലാത്തിൻ്റെയും കൂടെ ലിഡ് വരുന്നതായിരിക്കും. ഗ്ലാസിൻ്റെ ജാർ കളക്ഷൻസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഡിഫറെൻറ്റ് സൈസസിലും ഡിഫറെൻറ്റ് ഷേപ്സസിലും അവൈലബിൾ ആണ് ഇവിടെ. ഡിന്നർ സെറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഇതിനെല്ലാം ഓഫേഴ്സ് ഉണ്ട്. നവംബർ 13 വരെയുള്ളൂ. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണല്ലേ. വെറൈറ്റി കളേഴ്സിലുള്ള പ്ലേറ്റ്സസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്ലേറ്റ്സിൻ്റെ. ഒരു വീട്ടിൽ ബർത്ത്ഡേ, മാരേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പോട്ട്സാണിത്. വെറൈറ്റി ടൈപ്സ് ഓഫ് ഗ്ലാസസ് ആണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ടേപ്പോട് കൂടിയിട്ടുള്ള ജാറാണ് കേട്ടോ അത്. ഗ്ലാസ് കിറ്റിൽസും ഫ്ലാസ്ക്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ടീ മഗ്സ് ആണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. വെറൈറ്റി കളേഴ്സിലുള്ള ടീ കപ്സ് ഉണ്ടായിരുന്നു. ഈ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി കളേഴ്സിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള പില്ലോസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പില്ലോസിൻ്റെ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരുന്നു മെറ്റീരിയൽസ് എല്ലാം. കർട്ടൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. വൈറ്റ്, ക്രീം, ഡിഫറെൻറ്റ് കളേഴ്സിലും നല്ല അടിപൊളി ഡിസൈൻസിലുള്ള കർട്ടൻസാണിത്. ആ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം നെറ്റ് ടൈപ്പ് കർട്ടൻസാണ്. യൂണിക് സ്റ്റൈലിലുള്ള ടൈപ്സിൻ്റെ കളക്ഷൻസ് ആണിത്. ഐക്കയിലെ ലാംപ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് മേടിക്കാനായിട്ട് തോന്നുന്നു കാണുമ്പോൾ തന്നെ. അത്രയ്ക്കും ഭംഗിയുണ്ട് ഓരോ ലാംപ്സും സെറ്റ് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ആണിത്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലവർ വേസസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണല്ലേ അവർ ഓരോ ഫ്ലവേഴ്സും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാസിൻ്റെ സെക്ഷൻസും നമുക്കിവിടെ കാണാം.
ഇൻഡോർ പ്ലാന്റ്സും അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണിത്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഐസ്ക്രീമിനെ കാണുന്നത്. അപ്പോൾ മോനൊരാഗ്രഹം എടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ മോന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നു. അത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീമിനോട് പോയി പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. മോൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മാക്സിൻ്റെ ഒരു ഷോപ്പ് കാണാം. അവന്യൂസ് മാളിൻ്റെ ഉള്ളിലായിട്ടാണ് മാക്സ് ഷോപ്പ് വരുന്നത്. ഐക്യയിലെ മുഴുവൻ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പുതുതായി വീഡിയോ വെക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.